അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് 2023 5ാം ക്ലാസ് പൊതുപരീക്ഷയിലെ അഹ്കാമുൽ ഇസ്ലാം എന്ന വിഷയത്തിൻ്റെ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ദുൽഹിജ്ജ 9 ഹാജിമാർ ഒരുമിച്ച് കൂടുന്നു. മിനായിൽ, മുസ്ദലിഫയിൽ, അറഫയിൽ. ശരിയുത്തരം അറഫയിൽ. 2. നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ള ദിവസം. ഞായറാഴ്ച, തിങ്കളാഴ്ച, വെള്ളിയാഴ്ച. ശരിയുത്തരം തിങ്കളാഴ്ച. 3. ഫിത്തുർ സക്കാത്ത് കൊടുക്കേണ്ടത് 600 മില്ലി ലിറ്റർ, 3200 മില്ലി ലിറ്റർ, 800 മില്ലി ലിറ്റർ. ശരിയുത്തരം 3200 മില്ലി ലിറ്റർ അഥവാ ഒരു സ്വാഴ്. 4. സക്കാത്ത് നിർബന്ധമില്ലാത്ത വസ്തു. ഈത്തപ്പഴം, ആപ്പിൾ, മുന്തിരി. ശരിയുത്തരം ആപ്പിൾ. 5. മയ്യിത്ത് നിസ്കാരത്തിൽ 3ാം തക്ബീറിന് ശേഷം ദുആ ചെയ്യണം, ഫാത്തിഹ ഓതണം, സ്വലാത്ത് ചൊല്ലണം. 3ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യണം. 6. കടം വാങ്ങിയത് തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം കൊടുക്കൽ വാജിബാണ്, സുന്നത്താണ്, ഹറാമാണ്. ശരിയുത്തരം സുന്നത്താണ്. ചോദിച്ചു വാങ്ങാൻ പാടില്ല. തിരിച്ചു കൊടുക്കുന്ന ആൾ എന്തെങ്കിലും അധികം കൊടുക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ചേരുംപടി ചേർക്കുക. 1. മറ്റുള്ളവരുടെ അവകാശമാണ്. സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്. 2. ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. ആഷൂറ ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ ദോഷം പൊറുക്കും. 3. മയ്യിത്ത് മറവ് ചെയ്താൽ ചൊല്ലണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന തസ്ബീത്ത് മയ്യിത്ത് മറവ് ചെയ്താൽ ചൊല്ലാനുള്ള ദിക്റാണ്. 4. ഹാജിമാർ ചൊല്ലുന്ന ദിക്ർ. ഹാജിമാർ ചൊല്ലുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ദിക്റിനെ തൽബിയത്ത് എന്ന് പറയുന്നു. 5. ഉഹദ് മലയോളമുള്ള പ്രതിഫലം. മയ്യിത്ത് സംസ്കരണത്തിൽ പൂർണ്ണമായും പങ്കെടുത്താൽ അവനിക്ക് 2 ഖിറാത്ത് പ്രതിഫലം ലഭിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഉഹദ് മലയോളമുള്ള പ്രതിഫലം. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വനഖ്ഹി മിനൽ ഖതായ കമാ യുനഖ ഡാഷ് മിനദ്ദനസ്. അവിടെ വനഖ്ഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബയദു മിനദ്ദനസ്. 2. അസ്തൗദിഉല്ലാഹ ദീനക ഡാഷ് വഖവാതിമ അമലിക. അവിടെ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വഖവാതിമ അമലിക. 3. ഹജ്ജ് ചെയ്താൽ ഡാഷ് നെ പോലെ പാപരഹിതനാവും. ഹജ്ജ് ചെയ്താൽ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാവും. 4. കച്ചവട സാധനങ്ങളുടെ വിലയുടെ ഡാഷ് ശതമാനം സക്കാത്ത് നൽകണം. കച്ചവട സാധനങ്ങളുടെ വിലയുടെ 2.5% സക്കാത്ത് നൽകണം. 5. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഡാഷ് ശുദ്ധീകരിക്കും. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും. 6. ദുൽഹിജ്ജ 9 ഡാഷ് നോമ്പ് സുന്നത്തുള്ളത്. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് സുന്നത്തുള്ളത്. ഇനി നമുക്ക്
നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 4. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദ്. ഉത്തരം മസ്ജിദുൽ ഹറാം. 2. അയ്യാമു തശ്രീഖിൽ ഹാജിമാർ രാപാർക്കണം ഇവിടെ. ഉത്തരം മിനായിൽ. 3. മദീനയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെ? ഉത്തരം ഉഹ്ദിൽ. 4. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും ശപിച്ചു ആര്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5. 20 മിസ്കാൽ ഏകദേശം എത്ര ഗ്രാമാണ്? ഉത്തരം 85 ഗ്രാം. 6. കുറ്റമറ്റ ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഉത്തരം സ്വർഗം. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 1. വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതാവണം? ഉത്തരം ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. 2. ജന്നത്തുൽ ബഖീഇൻ്റെ മഹത്വമെന്ത്? ഉത്തരം ആയിരക്കണക്കിന് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. 3. ഉംറക്ക് നിയ്യത്ത് ചെയ്യണം എങ്ങനെ? ഉത്തരം നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. 4. നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? ഉത്തരം നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കാണുമ്പോഴും. 5. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ഉത്തരം ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ. 6. സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്ത്? ഉത്തരം സക്കാത്ത് നൽകാത്ത ധനം നരകത്തിലിട്ട് ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. 7. ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഉത്തരം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇനി നമുക്ക് 6-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. നോമ്പിൻ്റെ മഹത്വം. നോമ്പെടുക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കാണുമ്പോഴും. 2. തൊവാഫ്. കഅബ ഷരീഫയെ ഇടത് ഭാഗത്താക്കി വലയം ചെയ്യുന്നതിന് തൊവാഫ് എന്ന് പറയുന്നു. കഅബ തൊവാഫ് ചെയ്യാൻ ഞാൻ കരുതി എന്ന നിയ്യത്തോടെ 7 പ്രാവശ്യം വലയം വെച്ചാൽ ഒരു തൊവാഫ് പൂർത്തിയാകും. ശേഷം മഖാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ വന്ന് തൊവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക.